ക്രിസ്മസ് റിലീസായി ഡിസംബർ 25-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ സർവ്വമായ ഇപ്പോഴും ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടുകയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം കളക്ഷൻ നേടിയ 10 ചിത്രങ്ങളുടെ നിരയിലേക്കാണ് സർവ്വമായ എത്തിയിരിക്കുന്നത്. ഒപ്പം OTT റിലീസ് സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. മലയാളത്തിൽ സമീപകാലത്ത് ഏറ്റവും അധികം പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രങ്ങളിലൊന്നാണ് നിവിൻ പോളി നായകനായ സർവ്വമായ. ഹൊറർ കോമഡി ജോണറിലെത്തിയ ചിത്രം ഇരുകൈകളും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ചിത്രം നിവിൻ പോളിയുടെ ഒരു ഗംഭീര തിരിച്ചുവരവ് കൂടിയായിരുന്നു. ക്രിസ്മസ് റിലീസായി ഡിസംബർ 25-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാകുന്നത് ഇപ്പോഴും തുടരുകയാണ്. നിവിൻ പോളിയുടെ കരിയറിലെ ആദ്യ 100 കോടി ചിത്രമായ സർവ്വമായ 19 ദിവസങ്ങൾ കൊണ്ട് ബോക്സ് ഓഫീസിൽ പ്രധാനമായ മറ്റൊരു നേട്ടം കൂടി സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം കളക്ഷൻ നേടിയ 10 ചിത്രങ്ങളുടെ നിരയിലേക്കാണ് സർവ്വമായ എത്തിയിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 130.5 കോടിയാണ് ചിത്രം ഇതുവരെയായി നേടിയത്. ഇതോടെയാണ് മലയാളത്തിലെ ഓൾ ടൈം ഹൈസ് 10ലേക്ക് ചിത്രം എത്തിയത്. 10ാം സ്ഥാനത്തുണ്ടായിരുന്ന മോഹൻലാൽ ചിത്രം ലൂസിഫറിനെ പിന്തള്ളിയാണ് സർവ്വമായ മുന്നേറ്റം കാഴ്ചവെച്ചത്. 129 കോടിയായിരുന്നു സർവ്വമായയുടെ ലൈഫ് ടൈം ഗ്രോസ്. മോളിവുഡിന്റെ ഓൾ ടൈം ടോപ്പ് 10 ലിസ്റ്റിൽ 9ാം സ്ഥാനത്തുള്ള പ്രേമലു നേടിയത് 136.25 കോടി രൂപയാണ്. റിലീസിന് ശേഷമുള്ള മൂന്നാമത്തെ തിങ്കളാഴ്ചയും കണക്കുകൾ പ്രകാരം ചിത്രം ഇന്ത്യയിൽ നിന്ന് നെറ്റ് കളക്ഷനായി 1.1 കോടി രൂപ നേടി. അതേസമയം ബോക്സ് ഓഫീസിൽ തകർപ്പൻ പ്രകടനം തുടരുന്ന സർവ്വമായുടെ OTT വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. വലിയൊരു തുകയ്ക്കാണ് ഈ ഡീൽ നടന്നതെന്നാണ് സൂചനകൾ. തിയേറ്ററുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ ഉടനെ OTT റിലീസ് ഉണ്ടാകാൻ സാധ്യതയില്ല. സാധാരണയായി ഒരു ചിത്രം റിലീസ് ചെയ്ത 45 ദിവസങ്ങൾക്ക് ശേഷമേ OTTയിലേക്ക് എത്താറുള്ളൂ. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 2ാം വാരത്തോടെ ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കാനാണ് സാധ്യത. ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശങ്ങൾ വിറ്റുപോയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.